ഇത് പള്ളിപ്പെരുന്നാളിൻ്റെ സീസണായിട്ടും ഞാൻ ഈ വർഷം പള്ളിപ്പെരുന്നാളൊന്നും കൂടിയില്ല. ഞാൻ ആദ്യമായിട്ട് പള്ളിപ്പെരുന്നാൾ കൂടാൻ പോവുകയാണ്. കൂടരഞ്ഞി സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൽ പള്ളിപ്പെരുന്നാൾ കൂടാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് പള്ളിപ്പെരുന്നാളിൻ്റെ കാഴ്ചകൾ കാണാം. പ്രദക്ഷിണം പള്ളിയിലേക്ക് തിരിച്ചെത്തുന്ന ടൈമിലാണ് ഞാൻ എത്തിയത്. പ്രദക്ഷിണം നയിക്കുന്നത് കൂടരഞ്ഞി ഇടവകയുടെ സ്പിരിച്വൽ ഹെഡ് സെബാസ്റ്റ്യൻ പുരയിടത്തിൽ അച്ഛനാണ്. ഞാൻ ഈ ഇടവകക്കാരനല്ല, എങ്കിലും എനിക്ക് വികാരി അച്ഛൻ്റെ പേരറിയാം. ഗണിച്ചെടുത്തതല്ല. ഇതിനു മുമ്പ് ഞങ്ങളുടെ ഇടവകയിലാണ് അച്ഛൻ സേവനമനുഷ്ഠിച്ചത്, അതുകൊണ്ട് പേരറിയാം. പള്ളിപ്പെരുന്നാളിൻ്റെ പ്രദക്ഷിണം വിശ്വാസത്തിൻ്റെ ആഴവും പാരമ്പര്യത്തിൻ്റെ മഹത്വവും വിളിച്ചോതുന്ന വിശുദ്ധ ചടങ്ങാണ്. തലമുറകളായി കൈമാറപ്പെടുന്ന ഈ ആചാരം ക്രിസ്തീയ സമൂഹത്തിലെ വിശ്വാസത്തിൻ്റെ ശക്തിയും ഐക്യവും പുതുക്കി ഉറപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രദക്ഷിണം ഒരു ദൃശ്യവിസ്മയം കൂടിയാണ്. ബാൻഡിൻ്റെ സംഗീതവും ചെണ്ടയുടെ താളവും ദോളിൻ്റെ ഇടിമുഴക്കവും പള്ളിപ്പെരുന്നാളിൻ്റെ പ്രദക്ഷിണം ആവേശഭരിതമാക്കുന്നു. അലങ്കരിച്ച കുടകളും കൊടികളുമെല്ലാം പ്രദക്ഷിണത്തിന്റെ മാറ്റുകൂട്ടുന്നു. ആത്മീയതയേക്കാൾ പ്രദക്ഷിണമൊരുക്കുന്ന ദൃശ്യവിരുന്നാണ് എന്നെ എന്നും ആകർഷിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പങ്കാളിത്തവും വാദ്യമേളങ്ങളുടെ ആരവവും ഇത്തവണത്തെ പ്രദക്ഷിണത്തെ ഗംഭീരമാക്കി. മാച്ചിങ് ദിസ് എനർജി ആൻഡ് പാർട്ടിസിപ്പേഷൻ ഈസ് നോ ഈസി ടാസ്ക്. പള്ളിപ്പെരുന്നാളായിട്ട് പള്ളി തീരെ അലങ്കരിച്ചിട്ടില്ല. പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട് എന്ന് പറയുന്ന പോലെ ഈ ആർക്കിടെക്ചറൽ മാർവൽ എന്തിനാ അലങ്കരിക്കുന്നതല്ലേ? ബിൽറ്റ് ടു ഗ്ലോ, നോട്ട് ടു ബി ഡ്രസ്ഡ് അപ്പ്. ഇറ്റ്സ് ഡിസൈൻ ഈസ് ദ ഡെക്കറേഷൻ. ദൈവത്തിന് ഇത്രയും മഹത്തായ ഒരു പള്ളി ആവശ്യമില്ല, കാരണം ഗോഡ് എക്സിസ്റ്റ് ഇൻ സിംപ്ലിസിറ്റി. എന്നാൽ മനുഷ്യർ ദൈവത്തോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ ഇതുപോലുള്ള ആർക്കിടെക്ചറൽ മാർവൽ സൃഷ്ടിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പള്ളിപ്പെരുന്നാളുകളിലൊന്നാണ് കൂടരഞ്ഞി സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിലെ പള്ളിപ്പെരുന്നാൾ. ഈ പള്ളിപ്പെരുന്നാളിൽ പങ്കുചേരാൻ അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് മാത്രമല്ല, കോഴിക്കോട് ടൗണിൽ നിന്ന് വരെ ആളുകൾ വരാറുണ്ട്. പള്ളിപ്പെരുന്നാളിൻ്റെ പ്രധാന ആകർഷണമാണ് ഫയർ വർക്ക്സ്. ഇപ്രാവശ്യത്തെ ഫയർ വർക്ക്സ് എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്തു. മേ ബി സ്കൈ ഹൈ എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടായിരുന്നോ എന്നറിയില്ല, ഡിസപ്പോയിൻമെൻറ്റിൻ്റെ ആഴം കൂടി. ഒരു പെർഫെക്റ്റ് എൻഡിങ് ഇല്ലാത്ത സ്റ്റോറി പോലെ, ഒരു ആഡം സാൻഡ്ലർ മൂവി പോലെ. ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് സോ വെൽ, ബട്ട് ദെൻ ഇറ്റ് ഫിസിൽഡ് ഔട്ട്. ക്ലൈമാക്സ് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നെങ്കിലും പെരുന്നാൾ മൊത്തത്തിൽ അടിപൊളി തന്നെ. പ്രദക്ഷിണമായിരുന്നു ഷോ സ്റ്റീലർ.